ആരെയാടാ വണ്ടി? അറിയില്ല. എന്താ സാറേ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? നിനക്ക് ഓർമ്മയുണ്ടോ ഇവനെ? ഇവനോ? ഇവനെന്താ ഇവിടെ? എന്താടാ? നമ്മൾ എന്നോ ചെയ്തു വെച്ച എന്തിന്റെയോ ബാക്കിയാണ് ഈ ബോസ് എന്നല്ലേ താനെന്ന് പറഞ്ഞത്? അനിയൻ ചെക്കനെ അഭിനയിപ്പിക്കാൻ ചാൻസ് ചോദിച്ച ആ തമിഴിനെ തനിക്ക് ഓർമ്മയുണ്ടോ? തല ആ തല അന്നേ നമ്മൾ വെട്ടിയതല്ലേ സാറേ? അതിന്റെ സന്തോഷത്തിലല്ലേ ഇവൻ ചോദിച്ച കാശോ അവന്റെ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റി അവനെ മലേഷ്യയിലോട്ട് കയറ്റി വിട്ടത്. സാറേ, എൻ്റെ നമ്പറിലേക്ക് ഒരു കോള് വന്നു. ഞാൻ ലോകത്തിന്റെ ഏതറ്റത്ത് പോയി വിളിച്ചാലും എന്നെ തീർക്കുമെന്നാ പറഞ്ഞത്. വിളിച്ചത് അയ്യനാര്. അയ്യനാരോ? ആ എടാ, അയാള് ചത്തു തുളഞ്ഞെന്ന് നീ തന്നെയല്ലേ അന്ന് വിളിച്ചു പറഞ്ഞേ? ഞാനോ? സാറിന്റെ മോൻ തന്നെയല്ലേ സാറേ അന്ന് വിളിച്ചു പറഞ്ഞത്. പിന്നെ നമുക്കെതിരെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും നമ്മുടെ പുറകെ തപ്പി വരികയില്ലാന്നും കമ്മീഷണർ സാർ തന്നെയല്ലേ അന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് തെറ്റി. അവനപ്പോ അവിടുന്നേ കളി തുടങ്ങിയിരുന്നു. ഇവനെ വെച്ച് നമ്മൾ തുടങ്ങി വെച്ച കളി അറിയാതെയാണെങ്കിലും ഇവനെ വെച്ച് തന്നെ അവൻ ഇവിടെ വരെ എത്തിച്ചു. ഈ ലോകത്തിൽ എവിടെ പോയി ഒളിച്ചാലും നിന്നെ കൊല്ലുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ? അവൻ കഴിഞ്ഞ 3 വർഷമായി ഇവിടെ ഉണ്ട്. ഇപ്പതാ നിന്നെയും ചൂണ്ടയിൽ കുരുക്കി ഇവിടെ എത്തിച്ചു. ഈ പാമ്പിനെ കൊല്ലുമ്പോ തലക്കടിച്ച് കുഴിച്ചിട്ടാ പോരാ, ഉടലോടെ കത്തിക്കണം. അല്ലെങ്കിൽ അത് വാലിൽ നിന്ന് ജീവനെടുത്ത് എഴുന്നേറ്റ് വന്ന് അടിച്ചവന്റെ മൂർധാവിൽ കുത്തും. കഴിഞ്ഞ 3 വർഷമായിട്ട് നിന്റെ മോനെ കാത്തിരിക്കായിരുന്നു. പഠിത്തം കഴിഞ്ഞ് നിന്റെ മോൻ കൊച്ചിയിൽ കാലുകുത്തിയ അന്നവൻ നിന്റെ സെറ്റിൽ കയറി പണി തുടങ്ങി. തലവെട്ടിയന്റെ പക വീട്ടം വന്ന വാലാണവൻ. ദി മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പോയ്സണസ് സ്നേക്ക്. ഓ, അവൻ ഇത്രയും നേരം കളിച്ചത് കോമഡി പടമല്ല അല്ല സാറേ? കോമഡിയും കഴിഞ്ഞ് ത്രില്ലറും കഴിഞ്ഞ് ഇപ്പൊ റിവെഞ്ച് പടമായി. ഇവനെ ചൂണ്ടയെ കോർത്ത് അവൻ ചിലപ്പോൾ നമുക്ക് ഇട്ടു തന്നായിരിക്കും. ഒന്നെങ്കിൽ നിന്നെ അവൻ കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും. എന്തായാലും നിനക്ക് ചീട്ടുറപ്പാ. പപ്പ. ചാക്കു നമ്മുടെ കാക്കനാട് ഫ്ലാറ്റിലുണ്ടാവും. നീ പോയി അയാളും കൂട്ടി തേവരയിലേക്ക് വാ. ഓക്കെ പപ്പ. നിനക്ക് സുഖമല്ലേ? സുഖവിവരം അറിയിക്കാൻ ഞങ്ങൾ നേരിട്ട് വരുന്നുണ്ടടാ. നീ വിരുന്നൊരുക്കി കാത്തിരുന്നോ? ഉറപ്പല്ലേ സാറേ? സാറേ, അതിനുമുമ്പ് സാറിനൊരു കൊറിയർ ഉണ്ട് സാറേ. സിയോടിയാണ് സാറേ. ചാക്കോ ഓൺ ഡെലിവറിയാണ് സാറേ. ചാക്കോ സാറേ, ആളിത്തിരി ഫിറ്റാണ് സാറേ. ഒന്നെടുത്ത് വെച്ചേക്കണേ സാറേ വേഗം. ചാക്കോ താങ്കൾ വിളിക്കുന്ന നമ്പർ എന്താ സാർ? ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. സ്വിച്ച് ഓഫാ? എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. മുകളിൽ പോയി നോക്ക്. ഞാൻ മെയിൻ സ്വിച്ച് ഓൺ ആക്കാം. ഫെലിക്സ് സാറ് പറഞ്ഞ സമയത്തിന് മുമ്പേ എത്തിയല്ലോ. പക്ഷേ ഫെലിക്സ് സാറേ, ഞാൻ പറഞ്ഞ സമയത്തിന് മുമ്പേ ഞാൻ കൊറിയർ ചാക്കോ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് എങ്കിലും തരണേ സാറേ. ഓക്കെ സാറേ. വർമ്മ. ആ സാറേ, ആളോടുണ്ട്. നല്ല ഫിറ്റാ. ഇപ്പൊ ജോയൽ എവിടെ? ആ, എനിക്ക് മോനെ ജോയൽ, മോനെ. അവൻ കൊല്ലും, എല്ലാത്തിനെയും കൊല്ലും. താനെന്തും വിചാരിച്ച അവന്റെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റുള്ളൂ. അവന് നമ്മുടെ മുമ്പിലിട്ട് കളിക്കാൻ ഇയാള് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിനൊരവസരം അവന് കൊടുക്കണ്ട. ഇനി അവനും നമ്മളും തമ്മിലാ കളി. ഞാൻ
ഞാൻ സാറിനൊരു സർപ്രൈസ് തന്നപ്പോ സാർ എനിക്കിട്ടൊരു സർപ്രൈസ് തന്നതല്ലേ സാറേ? സാറായിട്ട് എന്റെ ജോലി കുറച്ച് തന്നതിന് നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. അവസാനത്തെ കളിക്ക് നീ ഒരുങ്ങിയിരുന്നോ? എന്നോ തീർക്കാതെ വിട്ടുപോയത് തീർത്ത് കെട്ടിയിട്ടേ ഈ കളി തീരൂ. സ്വന്തം മകൻ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ടും ഒരു തരി പോലും അനങ്ങാതെയുള്ള നിന്റെ ഈ പഞ്ച ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് വില്ലൻ. അതുകൊണ്ട് വില്ലൻ നേരെ ഇങ്ങോട്ട് പോര്. തേടി നടന്ന് വിഷമിക്കണ്ട, സമയവും കളയണ്ട. നീയൊക്കെ ഇത് തുടങ്ങി വെച്ചൊരു സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് പോര്. ഞാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും, നിനക്കുള്ളതെല്ലാം ഒരുക്കി വെച്ച്. ആ, ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തേണ്ട സമയം അതുവരെ ഉള്ളടാ നിന്റെ ആയുസ്. നിന്റെ കളി തീർന്നു. The game is over. This is a game which is gonna be a massive hit of the year. Welcome to Kampam Tani. എങ്ങനെയുണ്ട് കമ്മീഷണർ സാറേ നമ്മുടെ ക്ലൈമാക്സ് സെറ്റപ്പ് ഒക്കെ? ഇതൊക്കെ തുടങ്ങിയത് ഒരു സിനിമയുടെ പേരിൽ ഈ വീട്ടിന്റെ മുറ്റത്ത് വെച്ചല്ലേ? അപ്പൊ ഇതിന്റെ ക്ലൈമാക്സും ഈ വീടിന്റെ മുറ്റത്ത് വെച്ച് തന്നെ ആകട്ടെ. വെട്ടി കീറടാ അവന്റെ കണക്ക് പുസ്തകം. സിനിമ സ്റ്റൈലൊക്കെ ആവുമ്പോ ഒരു ട്വിസ്റ്റ് ഒക്കെ വേണ്ട ബോസേ. ക്ലൈമാക്സ് അല്ലേ, നമുക്കൊന്ന് പൊലിപ്പിക്കണ്ടേ? ആ, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഈ ട്വിസ്റ്റ് എങ്ങനെയുണ്ടടാ? ഇപ്പൊ ന്യൂ ജനറേഷൻ സിനിമയുടെ ടൈം അല്ലേ, വില്ലന്മാര് ഹീറോ ആവുന്ന കാലമാ. നിന്റെ ഒക്കെ ടൈം കഴിഞ്ഞു. നീ പോയി വല്ല സെക്കൻഡ് പാർട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് വാ, അപ്പൊ നോക്കാം. ഞാൻ ലോകത്തിന്റെ ഏത് കോണിപ്പോയി വിളിച്ചാലും എന്നെ അങ്ങ് തീർത്ത് കളയുന്നാണല്ലോ തലയും വാലും കൂടെ പറഞ്ഞത്. ദേ തന്റെ തല ഇപ്പൊ എന്റെ പിച്ചാത്തി തുമ്പത്താ. നീ എന്നാ വിളിത്തോടാ? കുമാറേ, ഓ, ആ തളർവാദം പിടിച്ചവനങ്ങ് തീർക്കടാ. ഓൾഡ് ജനറേഷൻ ആയാലും ന്യൂ ജനറേഷൻ ആയാലും ബോസ് ഹീറോടാ, ഹീറോ.
കമ്മീഷണർ സാറേ, അന്ന് രാത്രി ഈ വീട്ടിലെ ഓരോന്നോരോന്നായി നിങ്ങൾ തീർത്തപ്പോ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോയി. ഈ ശരീരത്തിൽ ജീവനുണ്ടെന്ന് നോക്കാൻ. അന്ന് നീ ഇതും കൂടെ എടുത്തിട്ടാണ് പോരുന്നതെങ്കിൽ ഞാൻ നിന്നെ ഒന്നും തേടി വരില്ലായിരുന്നു. അവരൊന്നും ഇല്ലാണ്ടാ ഞാൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തേനെ. തലയില്ലാതെ എന്ത് വാല് സാറേ. നീ എല്ലാം കൂടെ ബാക്കി വെച്ച ആ ഒരിറ്റ് ജീവനുണ്ടല്ലോ, അയാള് കാണാൻ വേണ്ടിയിട്ടാ ഞാനിതൊക്കെ ചെയ്തു. തളർന്നു കിടക്കുമ്പോഴും നിന്റെയൊക്കെ ചോര വീണ കാര്യം പറയുമ്പോ ആ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് സാറേ കഴിഞ്ഞ 3 വർഷം മുഴുവൻ ഞാൻ ഈ കളി കളിച്ചത്. പിന്നെ സാറ് പറഞ്ഞ സെക്കൻഡ് പാർട്ടിന്റെ കാര്യം അതേതായാലും ഉണ്ടാകും സാറേ. പക്ഷേ അതിന് നിങ്ങൾക്കൊന്നും സീനുണ്ടാവില്ല. അപ്പോ നമുക്ക് ഈ കളിയങ്ങ് അവസാനിപ്പിക്കാം അല്ലേ സാറേ? കണക്കെ മറക്കലേ വാ.